നമസ്കാരം. ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റും ഇപ്പോൾ മഞ്ചേശ്വരത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുമായ കെ സുരേന്ദ്രനും മറുനാടനും തമ്മിലുള്ള ഭിന്നത മറുനാടനെ കേൾക്കുന്ന സകലർക്കും അറിയാം. ശബരിമല യുവതി പ്രവേശന വിഷയകാലത്ത് അളവറ്റ പിന്തുണയായിരുന്നു ഞങ്ങൾ സുരേന്ദ്രന് കൊടുത്തത്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആവുന്നത്. എന്നാൽ അധികാര കസേരയിൽ കയറിയിരുന്നതിന് ശേഷം സുരേന്ദ്രനുണ്ടായ മാറ്റത്തെ വിമർശിച്ചതോടെ ഞങ്ങളെ ബദ്ധശത്രുക്കളായി പ്രഖ്യാപിച്ചു. ഒരിക്കൽ പോലും ആ ശത്രുത അവസാനിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, 2023 പിണറായിയുടെ പോലീസ് മറുനാടനെ പൂട്ടാൻ വൃത്തികെട്ട നീക്കങ്ങൾ നടത്തിയപ്പോൾ PV അൻവർ എന്ന രാഷ്ട്രീയ മാലിന്യത്തിന് കൂട്ടുപിടിച്ചുകൊണ്ട് മറുനാടനെ ഇല്ലാതാക്കാൻ ഗൂഢാലോചന നടത്തിയവരുടെ മുമ്പിൽ നിന്നയാളും സുരേന്ദ്രനാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ തെരഞ്ഞെടുപ്പ് സമയത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വാർത്ത എഴുതിയപ്പോൾ പോലും സുരേന്ദ്രൻ വ്യാജൻ സ്കറിയ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്തെത്തി. ഇങ്ങനെ കണ്ടാൽ മിണ്ടാത്ത ബന്ധമാണ് ഞങ്ങളും സുരേന്ദ്രനും തമ്മിലെങ്കിലും ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇക്കുറി മഞ്ചേശ്വരത്ത് ജയിക്കേണ്ടത് കെ സുരേന്ദ്രൻ മാത്രമാണ്. കേരളത്തിൽ BJP തരക്കേടില്ലാത്ത പ്രകടനം ഇക്കുറി കാഴ്ചവെക്കാം. അതിൽ 4 സീറ്റിൽ വിജയസാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ വിലയിരുത്തുന്നു. ആ 4 സീറ്റിൽ മഞ്ചേശ്വരവുമുണ്ട്. അങ്ങനെ ജനറലായി പറയുന്നതിനപ്പുറത്തേക്ക് സുരേന്ദ്രൻ ജയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യേണ്ടി വരും എന്ന് ഒരിക്കൽ പോലും കരുതിയതല്ല. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ മതേതര കേരളത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി സുരേന്ദ്രൻ്റെ വിജയം ആവശ്യമാണ് എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. AKM അഷ്റഫ് എന്ന മുസ്ലിം ലീഗ് നേതാവാണ് സുരേന്ദ്രനെതിരെ മഞ്ചേശ്വരത്തെ ഇക്കുറി മത്സരിക്കുന്നത്. അഷ്റഫ് കഴിഞ്ഞ തവണ സുരേന്ദ്രനോട് ഏറ്റുമുട്ടി ജയിച്ചത് കേവലം 856 വോട്ടുകൾക്ക് മാത്രമായിരുന്നു. 2016 സുരേന്ദ്രൻ തോറ്റത് 89 വോട്ടുകൾക്ക്. മോദി തരംഗം തുടങ്ങുന്നതിന് മുൻപ് 2011 2006 BJP മഞ്ചേശ്വരത്ത് രണ്ടാമതായിരുന്നു എന്നോർക്കണം. എന്ന് വെച്ചാൽ മഞ്ചേശ്വരം BJPക്ക് ഏറ്റവും സ്വാധീനമുള്ള കേരളത്തിലൊരു മണ്ഡലമാണ്. അവിടെ മര്യാദയ്ക്ക് തെരഞ്ഞെടുപ്പ് നടന്നാൽ BJP ആണ് ജയിക്കേണ്ടത്. എന്നാൽ BJP ഒരു വർഗീയ പാർട്ടിയാണ്, അതുകൊണ്ട് തോൽപ്പിക്കണം എന്ന് പറഞ്ഞ് ഇടത് വലത് പാർട്ടികൾ ഒരുമിച്ച് നിന്ന് BJPയെ തലനാരിഴയ്ക്ക് തോൽപ്പിക്കുന്നു. അങ്ങനെയാണ് 855 വോട്ടിനും 89 വോട്ടിനുമൊക്കെ സുരേന്ദ്രൻ തോറ്റത്. BJP ഒരു വർഗീയ പാർട്ടിയാണ് എന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസിനും CPM-നും സംയുക്തമായി വർഗീയ പാർട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടി നീക്കം നടത്തുന്നതിൽ തെറ്റൊന്നുമില്ല. അതിൽ ഭേദം വാസ്തവത്തിൽ അവർ ചെയ്യേണ്ടത് ഒരുമിച്ച് മത്സരിച്ച് തോൽപ്പിക്കുകയാണ്. രണ്ടായി മത്സരിച്ച് ജനത്തെ പറ്റിച്ച് പരസ്പര ധാരണയുടെ പുറത്ത് തോൽപ്പിക്കുന്നത് ഒട്ടുമുചിതമല്ല. എങ്കിൽ പോലും പോട്ടെ, BJP ഒരു വർഗീയ പാർട്ടിയാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് അവർ BJPയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ഒരുമിക്കുന്നതിന് നമുക്ക് കുറ്റം പറയാൻ കഴിയുമോ? എന്നാൽ ഇക്കുറി സംഭവിച്ചത് അതാണോ? SDPI എന്ന ഏറ്റവും ശക്തമായൊരു വർഗീയ പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. KM അഷ്റഫ് എന്നായിരുന്നു ആ സ്ഥാനാർത്ഥിയുടെ പേര്. ഈ സ്ഥാനാർത്ഥി രംഗത്ത് വന്നതോടെ സുരേന്ദ്രന്റെ വിജയം 2 കാരണങ്ങളാൽ ഉറപ്പായി. ഒന്ന്, SDPIയുടെ അറിയപ്പെടുന്ന നേതാവ് എന്ന നിലയിൽ KM അഷ്റഫിന് SDPIക്കാർ വോട്ട് ചെയ്താൽ ആ വോട്ട് ലീഗിന് പോവാതിരിക്കുന്നത് കൊണ്ട് സുരേന്ദ്രന്റെ വിജയ സാധ്യത കൂടും. 2, AKM അഷ്റഫിന്റെ അപരനായി വരും KM അഷ്റഫ്. ഇതോടുകൂടി എല്ലാവരും ഒരുമിച്ച് ചേരുന്നു, പ്രത്യേകിച്ച് UDF സംവിധാനങ്ങൾ. അവർ ഒരുമിച്ച് ചേർന്ന് SDPIയുടെ കാലിൽ പിടിക്കുന്നു. SDPI ഒരു മതേതര പാർട്ടിയാണ് എന്നിവരെല്ലാം ഒരുമിച്ച് പ്രഖ്യാപിക്കുന്നു. ഒടുവിൽ SDPI മതേതര കൂട്ടായ്മയ്ക്ക് വേണ്ടി, പോസിറ്റീവ് മാറ്റങ്ങൾക്ക് വേണ്ടി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലീഗിന് വേണ്ടി സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നു. SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് പറഞ്ഞത് ഇങ്ങനെയാണ്: മതേതര SDPI മത്സരിക്കുന്നത് കൊണ്ട് SDPI നേതൃത്വം കൊടുക്കുന്ന ഒരു അല്ലെങ്കിൽ ആ പാർട്ടിയുടെ വോട്ടുകൾ അത് മതേതര വോട്ടുകളാണെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ആ മതേതര വോട്ടുകൾ ഭിന്നിച്ചു പോയാൽ അവിടെ ലീഗ് തോൽക്കുന്നതാണ് പറയുന്നത്. പരസ്യമായി പറഞ്ഞാൽ അങ്ങനെയാണ്. ഇപ്പൊ എന്തൊക്കെ ആയിക്കോട്ടെ, മതേതര വോട്ടുകൾ എന്ന ആ ഒരു പദപ്രയോഗത്തെ സ്വാഗതം ചെയ്യുകയാണ്. SDPIയുടെ മതേതരത്തെ അംഗീകരിക്കുന്നതിൽ സന്തോഷമുണ്ട്. ബന്ധപ്പെടുന്ന UDFന്റെ നേതാക്കന്മാർ ബന്ധപ്പെടുന്നുണ്ട്. നിങ്ങൾ പിൻവലിക്കണം എന്ന് ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് മഞ്ചേശ്വരത്ത്. ലത്തീഫ് പറയുന്നു, മത സാമുദായിക സംഘടനകൾ, മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി, UDF നേതാക്കൾ ഒക്കെ ചോദിച്ചതുകൊണ്ട്, നിർബന്ധിച്ചതുകൊണ്ടാണ് തങ്ങൾ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചതെന്ന്. ഈ തീരുമാനം SDPIക്കുള്ളിൽ ഭിന്നതയുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഈ കൂട്ടായ്മയ്ക്ക് തടസ്സമായില്ല. ഇവിടെയാണ് പ്രസക്തമായ ചോദ്യം. BJP ഒരു വർഗീയ പാർട്ടിയാണ് എന്ന് പ്രഖ്യാപിക്കുന്നവർ എന്തുകൊണ്ടാണ് SDPIയുടെ വോട്ടിനു വേണ്ടി അവരുടെ കാലിൽ പിടിക്കുന്നത്? വെൽഫെയർ പാർട്ടിയെ മതേതര പാർട്ടിയായി നേരത്തെ തന്നെ UDF പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെൽഫെയർ പാർട്ടി UDFനാണ് പിന്തുണയ്ക്കുന്നതും. നമുക്കൊക്കെ അറിയാം,
ഇസ്ലാമിക രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി. ആ ജമാഅത്ത് ഇസ്ലാമിയുടെ ജുഹിയായ മീഡിയ വണ്ണാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം വർഗീയത പരത്തുന്നത്. ഏറ്റവും അധികം ഭിന്നതയും വർഗീയതയും വെറുപ്പും പ്രചരിപ്പിക്കുന്ന ചാനലാണ് മീഡിയ വൺ. ആ മീഡിയ വൺ ഉൾപ്പെടുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. ആ വെൽഫെയർ പാർട്ടി മതേതര പാർട്ടിയാണ് എന്ന് പറഞ്ഞ് UDF വോട്ട് പിടിക്കുന്നു. ഇവിടെ ഇതാ LDFും UDFും ഒരുമിച്ച് SDPIയുടെ വോട്ടും തങ്ങൾക്ക് വേണം എന്ന് പറയുന്നു. SDPI പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ രൂപമാണ്. SDPIയുടേത് മതേതര വോട്ടാണെന്ന് പറയുകയും BJPയുടേത് വർഗീയ വോട്ടാണെന്ന് പറയുകയും ചെയ്യുന്നത് മതേതരത്വത്തെ പുച്ഛിക്കുന്നതിന് തുല്യമാണ്. BJP വർഗീയ പാർട്ടിയാണെന്ന് പറയുന്നവർ മുസ്ലിം ലീഗ് പോലും വർഗീയ പാർട്ടിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. BJPയുടെ പേരിലെങ്കിലും മതമില്ലെന്ന് ഓർക്കണം. ലീഗിന്റെ പേരിൽ പോലും മതമുണ്ട്. ഇപ്പോൾ ഇതാ ലീഗല്ല, SDPI പോലും വർഗീയ പാർട്ടി അല്ല എന്ന് പറഞ്ഞ് അവരുടെ വോട്ട് വാങ്ങുമ്പോൾ ഈ ജനാധിപത്യ വിരുദ്ധ പ്രക്രിയക്കെതിരെ ജനാധിപത്യ വിശ്വാസികൾ ഒരുമിച്ച് നിൽക്കണം. സുരേന്ദ്രനോടുള്ള വ്യക്തിപരമായ എതിർപ്പ് അവിടെ നിൽക്കട്ടെ. പക്ഷേ BJPയെ വർഗീയ പാർട്ടിയാക്കി ചിത്രീകരിച്ച് അതിനേക്കാൾ വർഗീയതയുള്ള SDPIയുടെ വോട്ട് നേടി മതേതരത്വം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഈ കാപട്യം ജനം തിരസ്കരിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ബുദ്ധിയെയും സ്വതന്ത്ര ചിന്തയെയും ഹൈജാക്ക് ചെയ്യാൻ ഇവറ്റകളെ അനുവദിച്ചുകൂടാ. അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ 12 വർഷം മോദി രാജ്യം ഭരിച്ചിട്ട് എവിടെയാണ് മതത്തിന്റെ പേരിൽ ഒരു മനുഷ്യനെ തല്ലി ഓടിച്ചത്, നാട് കടത്തിയത്? എത്രയോ വർഷങ്ങളായി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും BJP ഭരിക്കുന്നു. ഏതെങ്കിലും ഒരു രാജ്യത്ത് ഏതെങ്കിലും ഒരു സമുദായമോ പ്രസ്ഥാനമോ ഭൂരിപക്ഷമാണെങ്കിൽ അവർ അധികാര പ്രമത്തത കാട്ടും എന്നത് വാസ്തവമാണ്. അത്തരം ആൾക്കൂട്ട ജനാധിപത്യം ഹിന്ദു ഭൂരിപക്ഷമായ പലയിടങ്ങളിലും നടന്നിട്ടുണ്ടാവാം. അതിൽ പക്ഷേ എന്താണ് അത്ഭുതം? കമ്മ്യൂണിസ്റ്റുകാർ ആധിപത്യം പുലർത്തുന്നിടത്തെല്ലാം കൊച്ചു കേരളത്തിൽ ഉൾപ്പെടെ അവരോട് സഹകരിക്കാത്തവരെ അവർ വെട്ടിനിരത്തുന്നില്ലേ? അപ്പോൾ പിന്നെ BJPയെ മാത്രം എന്തിനു കുറ്റം പറയണം? എന്നിട്ടും ഇവർ പറയുന്നു BJP വംശഹത്യയുടെ പാർട്ടിയാണെന്ന്, BJP വർഗീയ പാർട്ടിയാണെന്ന്. എന്നിട്ടവർ SDPIയെ ചേർത്ത് പിടിച്ച് വോട്ട് നേടി ജയിക്കാൻ ശ്രമിക്കുന്നു. ഈ വൃത്തികേടിനെതിരെ, ജനാധിപത്യ ഹിംസയ്ക്കെതിരെ ശബ്ദമുയർത്തേണ്ടതുണ്ട്. അതിനുള്ള ഏറ്റവും മികച്ച വഴി മഞ്ചേശ്വരത്തെ മതേതര ചിന്തയുള്ള മനുഷ്യർ സുരേന്ദ്രന് വോട്ട് ചെയ്യുകയാണ്. സുരേന്ദ്രന്റെ ജയത്തിലൂടെ മാത്രമേ ഇവരുടെ കപട നാടകത്തെ പൊളിച്ചടുക്കാൻ ജനാധിപത്യ വിശ്വാസികൾക്ക് കഴിയൂ.